ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇപ്പം ഞാനൊരു പോസ്റ്റ് ഒരു പെൺകുട്ടി ഇങ്ങനെ ലൈംഗികത ഇങ്ങനെ പ്രദർശിപ്പിക്കണതിൽ എന്താണ് അങ്ങനെ പ്രദർശിപ്പിക്കണമെന്നുണ്ടോ ഓപ്പണായിട്ട്? അങ്ങനെ ഒരു കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ വളരെ ഫാഷനബിൾ ആണല്ലോ ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളത് പ്രദർശിപ്പിക്കുന്ന ആവശ്യമുണ്ടോ എന്നൊരു കുട്ടി ഒരു ചെറിയൊരു പെൺകുട്ടിയുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാനിത് രാവിലെ കണ്ട അപ്പോൾ ഞാൻ അതും ഇതും കൂടി തമ്മിലൊരു ലിങ്ക് ചെയ്തു. ഞാനിന്ന് അമ്പലത്തിൽ പോയിട്ട് വരുമ്പം ഒരു പെൺകുട്ടി ഒരു കൂടി വന്നാലൊരു 18-20 വയസ്സ് കാണുള്ളൂ. ചെറിയ ഷോർട്ട്സ് ചെറിയ നിക്കറാണ് ടീഷർട്ടൊക്കെയാണ് ഇട്ടിരിക്കണത് അവൾ. ഇപ്പോൾ 3-4 ദിവസമായി ഞങ്ങളുടെ ഈ ഏരിയയിൽ കാണും. ഞങ്ങളുടെ ഒരു ഗ്രാമാന്തരീക്ഷമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ 2-3 ദിവസമായി കാണുന്നു. അവർ 2 ആൺകുട്ടികൾ 2 പെൺകുട്ടികൾ ഇതിൽ കൂടി നടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ സംസാരിച്ച് 2-3 പേര് കൂടി വെറുതെ നിന്നപ്പോഴേക്കും ഈ പെൺകുട്ടി അങ്ങോട്ട് പോകുന്നത് കണ്ടു. ചെറിയൊരു ഷോർട്ട്സും സാധാരണയാണ് ഇപ്പം അതെല്ലാവരോടും. തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ തന്നെ നിൽക്കേണ്ട. ആ കുട്ടി തിരിച്ചു വരുമ്പോഴും ഈ കുട്ടിയുടെ കയ്യിലൊരു സിഗരറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ നിന്ന ആൾ പറയും ഇന്നലെ ഈ കുട്ടി ദിവസവും 3 പ്രാവശ്യം അങ്ങോട്ട് പോകും തിരിച്ചും വരും. വരുമ്പോൾ സിഗരറ്റ് കയ്യിലുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നപ്പോൾ ഈ കുട്ടി വരികയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ സിഗരറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നിന്ന് സംസാരിക്കുന്നത് ആ കുട്ടി കാണുന്നുണ്ട്. ഫോൺ ചെയ്യുന്നില്ലേ കുട്ടി പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ ഫോണിലാണ്. കൂളായിട്ട് സിഗരറ്റ് വലിച്ച് പുക ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിടുന്നു. സത്യത്തിൽ നിന്നിടത്ത് തന്നെ സ്തബ്ധയായിട്ട് നിന്നുപോയി ഞാൻ. കാരണം യാതൊരു കൂസലും ഇല്ല കുട്ടിക്ക് അത് ഓപ്പണായിട്ട് ചെയ്തുകൊണ്ട് പോകാനായിട്ട്. ശരിയാണ്, ഇപ്പോൾ കാലമൊക്കെ മാറി ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ചിന്തിക്കുകയാണ് ഈ കുട്ടിയുടെ ഇത് എവിടെയോ ഉള്ള കുട്ടിയാണ്, നമുക്കറിഞ്ഞൂടെ എവിടെയുള്ളതെന്നൊന്നും. അച്ഛനോ അമ്മയോ ഇതറിയുന്നുണ്ടാവുമോ? അഥവാ അറിഞ്ഞാൽ തന്നെ അവർക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ഞാൻ കണ്ടൊരു കാര്യം നേരെ ഇന്ന് കണ്ടതാണ്, പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ 100 കമൻസ് വരും. അതിപ്പോൾ ഇന്നത്തെ കാലം അങ്ങനെ. ശരിയാണ്, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. വെറുതെ ഒന്ന് ആ പോസ്റ്റ് വായിച്ചപ്പോൾ ഇതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആരും കുറ്റപ്പെടുത്തുന്നില്ല, സാഹചര്യം അങ്ങനെയായിപ്പോയി. ആ കുട്ടിയോട് സത്യത്തിൽ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് മോളുടെ വീട് എവിടെയാണ് ഒന്ന് ചോദിക്കണത്. പിന്നെ എനിക്ക് പേടിയായി ആ കുട്ടി തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. അപ്പം അതിനുള്ള നേരത്തെയുള്ള കാലഘട്ടത്തിലായിരുന്നെങ്കിൽ എന്താ മോളെ നിൻ്റെ വീട് എവിടെ, എന്താ അത് എന്നൊക്കെ ചോദിക്കാനുള്ളൊരു നമുക്ക് ഇപ്പം എൻ്റെ പ്രായം വെച്ചിട്ടും ആ ഒരു ഇത് വെച്ചിട്ട് ചോദിക്കാൻ പറ്റും. പക്ഷേ ഇന്നിപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണ് സിറ്റുവേഷൻ. അത് ഞാനൊന്നും ചോദിച്ചില്ല, ജസ്റ്റ് കണ്ടു വിട്ടു, അത്രയേ ഉള്ളൂ. അപ്പം ആ പോസ്റ്റ് കണ്ടപ്പോൾ ഇതൊന്ന് ഓർത്തു എന്ന് മാത്രം. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാം.